തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് 2025. LSGD ഇലക്ഷൻ 2025. പോളിംഗ് ഓഫീസർമാരുടെ ചുമതലകൾ, തിരിച്ചറിയൽ രേഖകൾ, വോട്ട് രേഖപ്പെടുത്തുന്ന ക്രമം. പോളിംഗ് ഓഫീസറുടെ ചുമതലകൾ. വോട്ടെടുപ്പിൽ സുപ്രധാനമായ പങ്ക് വഹിക്കേണ്ട ഉദ്യോഗസ്ഥനാണ് പ്രിസൈഡിംഗ് ഓഫീസർ. പ്രിസൈഡിംഗ് ഓഫീസറെ കൃത്യനിർവഹണത്തിൽ സഹായിക്കുക എന്നതാണ് പോളിംഗ് ഓഫീസർമാരുടെ കർത്തവ്യം. പ്രിസൈഡിംഗ് ഓഫീസറുടെ അസാന്നിധ്യത്തിൽ ചുമതലകൾ നിർവഹിക്കൽ. രോഗം മൂലമോ മറ്റെന്തെങ്കിലും അനിവാര്യമായ കാരണത്താലോ പ്രിസൈഡിംഗ് ഓഫീസർക്ക് പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് സ്വയം മാറി നിൽക്കേണ്ടി വരുന്ന പക്ഷം ഇതിലേക്കായി ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ നേരത്തെ അധികാരപ്പെടുത്തിയിട്ടുള്ള 1ാം പോളിംഗ് ഓഫീസർ പ്രിസൈഡിംഗ് ഓഫീസറുടെ എല്ലാ അധികാരങ്ങളും വിനിയോഗിക്കുകയും എല്ലാ കർത്തവ്യങ്ങളും ചുമതലകളും നിർവഹിക്കുകയും ചെയ്യും. കേരള പഞ്ചായത്ത് രാജ് ആക്ട് 46ാം വകുപ്പും കേരള മുനിസിപ്പാലിറ്റി ആക്ട് 102ാം വകുപ്പും കാണുക. പോളിംഗ് ഓഫീസറുടെ അസാന്നിധ്യം. പോളിംഗ് സ്റ്റേഷനിലേക്ക് നിയമിതനായിട്ടുള്ള ഏതെങ്കിലും പോളിംഗ് ഓഫീസർ പോളിംഗ് സ്റ്റേഷനിൽ ഹാജരായിട്ടില്ലാത്ത പക്ഷം ഒഴിവാക്കാൻ പറ്റാത്ത അടിയന്തര സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ സ്ഥാനത്തെ മറ്റൊരാളെ അവിടെ വെച്ചു തന്നെ നിയമിക്കുന്നതിന് പ്രിസൈഡിംഗ് ഓഫീസർക്ക് അധികാരമുണ്ടായിരിക്കും. പിന്നീട് അങ്ങനെയുള്ള നിയമനം ഔദ്യോഗികമായി ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറെ അറിയിക്കേണ്ടതാണ്. വോട്ടെടുപ്പ് കാര്യക്ഷമവും സുഗമവും ആകുന്നതിലേക്കായി ഒരു സമ്മതിദായകൻ പോളിംഗ് സ്റ്റേഷനിൽ എത്തുന്നതു മുതൽ അദ്ദേഹം വോട്ട് ചെയ്ത് അവിടെ നിന്ന് പോകുന്നതുവരെ അനുവർത്തിക്കേണ്ടതായ നടപടിക്രമങ്ങൾ പോളിംഗ് ഉദ്യോഗസ്ഥർ കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അപ്രകാരമുള്ള വോട്ടെടുപ്പ് നടപടിക്രമങ്ങളും പ്രസ്തുത പ്രവർത്തനങ്ങളിൽ ഓരോ പോളിംഗ് ഓഫീസറും നിർവഹിക്കേണ്ടുന്ന കർത്തവ്യങ്ങളും ചുവടെ വിശദീകരിക്കുന്നു. പോളിംഗ് ഓഫീസർ. 1ാം പോളിംഗ് ഓഫീസർ. ചുമതലകൾ. 1. വോട്ടർ പട്ടികയുടെ മാർക്ക്ഡ് കോപ്പിയുടെ ചുമതലയും വോട്ടർമാരെ തിരിച്ചറിയുന്നതിനുള്ള ഉത്തരവാദിത്തവും 1ാം പോളിംഗ് ഓഫീസർക്കായിരിക്കും. 2. സമ്മതിദായകൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖ പ്രസ്തുത ഉദ്യോഗസ്ഥൻ മുമ്പാകെ ഹാജരാക്കേണ്ടതാണ്. അപ്രകാരം ഹാജരാക്കുന്ന കാർഡിലെയോ രേഖകളിലെയോ വിവരങ്ങൾ സമ്മതിദായകന്റെ പേരും മറ്റു വിവരങ്ങളും അടങ്ങിയ വോട്ടർ പട്ടികയിലെ പ്രസക്ത ഉൾക്കുറിപ്പുമായി പരിശോധിച്ച ശേഷം സമ്മതിദായകന്റെ ക്രമനമ്പറും മറ്റു വിവരങ്ങളും 2ാം പോളിംഗ് ഓഫീസറും പോളിംഗ് ഏജന്റുമാരും കേൾക്കത്തക്ക വിധം ഉറക്കെ വിളിച്ചു പറയേണ്ടതാണ്. 3. അനൌദ്യോഗിക തിരിച്ചറിയൽ സ്ലിപ്പ് കൊണ്ടുവരാൻ സമ്മതിദായകനെ നിർബന്ധിക്കാനോ അത്തരത്തിലുള്ള സ്ലിപ്പ് കൊണ്ടുവന്നിട്ടില്ലെന്നതുകൊണ്ട് ഒരു കാരണവശാലും അദ്ദേഹത്തെ തിരിച്ചയക്കാനോ പാടില്ല. ഒരു സമ്മതിദായകൻ കൊണ്ടുവരുന്ന അങ്ങനെയുള്ള തിരിച്ചറിയൽ സ്ലിപ്പ് അദ്ദേഹത്തിന്റെ നിജാവസ്ഥയുടെ നിർണായക തെളിവായി പോളിംഗ് ഓഫീസർ സ്വീകരിക്കുവാൻ പാടില്ല. 4. സമ്മതിദായകന്റെ നിജാവസ്ഥ തർക്കവിഷയമാകുന്നില്ലെങ്കിൽ ഓരോ കേസിലും 1ാം പോളിംഗ് ഓഫീസർ തന്റെ കൈവശമുള്ള വോട്ടർ പട്ടികയുടെ അടയാളപ്പെടുത്തിയ പകർപ്പിൽ ആ സമ്മതിദായകനെ സംബന്ധിക്കുന്ന ഉൾക്കുറിപ്പിന്റെ ഇടതു താഴെ കോണിൽ നിന്നും മുകളിലോട്ടെ വലത് മുകൾ ഭാഗത്തെ കോണുവരെ കുറുകെ വരയ്ക്കേണ്ടതാണ്. വനിതാ സമ്മതിദായകരുടെ കാര്യത്തിൽ ഇപ്രകാരം കുറുകെ വരയ്ക്കുന്നതിനു പുറമെ ക്രമനമ്പറിനു ചുറ്റും വൃത്തം കൂടി വരയ്ക്കേണ്ടതും ട്രാൻസ്ജെൻഡറുടെ കാര്യത്തിൽ ക്രമനമ്പറിന് സമീപം T അടയാളം പ്രത്യേകമായി രേഖപ്പെടുത്തേണ്ടതുമാണ്. 5. വോട്ടെടുപ്പിന്റെ അവസാനത്തിൽ വോട്ട് ചെയ്തിട്ടുള്ള സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡേഴ്സിന്റെയും എണ്ണം കണക്കാക്കേണ്ടതും പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറിയിൽ രേഖപ്പെടുത്തേണ്ടതുമാണ്. ഇത് ചെയ്യുന്നതിനുള്ള ഒരു എളുപ്പമാർഗം വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് 3 പ്രത്യേക കടലാസുകളിൽ വോട്ടർമാരുടെ എണ്ണം കണക്കിലെടുത്ത് 1 മുതൽ ഒരു നിശ്ചിത നമ്പറുകൾ ക്രമമായി എഴുതിയിടുകയാണ്. അങ്ങനെയുള്ള കടലാസുകളിൽ ഒന്ന് പുരുഷ സമ്മതിദായകരുടെയും 2ാമത്തേത് വനിതാ സമ്മതിദായകരുടെയും 3ാമത്തേത് ട്രാൻസ്ജെൻഡറിന്റെയും എണ്ണം രേഖപ്പെടുത്തുന്നതിന് ഉപയോഗിക്കാവുന്നതാണ്. സമ്മതിദായകർ വരുന്ന മുറയ്ക്ക് അവരുടെ ലിംഗഭേദമനുസരിച്ച് പ്രസക്തമായ നമ്പർ ഷീറ്റിലെ ക്രമനമ്പർ തുടർച്ചാക്രമമനുസരിച്ച് വെട്ടിക്കളയേണ്ടതാണ്. ഒരു പ്രത്യേക സമയം വരെ വോട്ട് ചെയ്ത സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ട്രാൻസ്ജെൻഡറിന്റെയും ആകെ എണ്ണം തിട്ടപ്പെടുത്തുന്നതിനും ഇതു സഹായകമായിരിക്കും. അടുത്തത് 2ാം പോളിംഗ് ഓഫീസർ. 2ാം പോളിംഗ് ഓഫീസറുടെ ചുമതലകൾ. 1. മായ്ക്കാനാവാത്ത മഷിയുടെയും ഫോറൻ നമ്പർ 21A വോട്ട് രജിസ്റ്ററിന്റെയും ചുമതല 2ാം പോളിംഗ് ഓഫീസർക്കായിരിക്കും.
2. സമ്മതിദായകന്റെ ക്രമനമ്പറും മറ്റ് വിശദാംശങ്ങളും ഒന്നാം പോളിംഗ് ഓഫീസർ ഉറക്കെ വായിക്കുമ്പോൾ രണ്ടാം പോളിംഗ് ഓഫീസർ വോട്ട് രജിസ്റ്ററിൽ സമ്മതിദായകന്റെ ക്രമനമ്പർ രേഖപ്പെടുത്തേണ്ടതും ഒപ്പോ വിരലടയാളമോ വാങ്ങേണ്ടതുമാണ്. അതിനുശേഷം അദ്ദേഹം സമ്മതിദായകന്റെ ഇടത് ചൂണ്ടുവിരൽ പരിശോധിച്ച് അതിന്മേൽ മായ്ക്കാനാവാത്ത മഷിയുടെ അടയാളമോ അംശമോ പറ്റിയിട്ടില്ലെന്ന് ഉറപ്പുവരുത്തുകയും ആ വിരലിന്റെ നഖം മുതൽ മുകളിലോട്ട് വിരലിന്റെ ആദ്യ മടക്ക് വരെ മായ്ക്കാനാവാത്ത മഷി കൊണ്ട് അടയാളമിടേണ്ടതുമാണ്. 3. വോട്ടെടുപ്പ് സമയത്തെ മായ്ക്കാനാവാത്ത മഷി ഉൾക്കൊള്ളുന്ന ചെറിയ കുപ്പി ചെരിയുകയോ അതിൽ നിന്നും മഷി തൂവുകയോ ചെയ്യാതിരിക്കത്തക്കവണ്ണം അത് സൂക്ഷിക്കുന്നതിന് വേണ്ട മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. അതിലേക്കായി ഒരു കപ്പിലോ അടിഭാഗത്ത് വിസ്താരമുള്ള ഒരു പാത്രത്തിലോ കുറച്ചു മണലോ പൊടിമണ്ണോ എടുത്ത് മഷിക്കുപ്പി അതിന്റെ 3/4 ഭാഗത്തോളം താഴ്ന്നിരിക്കത്തക്ക വിധം ആ പാത്രത്തിന്റെ നടുവിൽ അത് ആ മണ്ണിലോ മണലിലോ ആകാത്ത വിധം ഉറപ്പിച്ചു നിർത്തുക. കോർക്കിനോട് ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഷ് കുപ്പിയിൽ കുത്തനെ നിൽക്കുന്നുവെന്നും സമ്മതിദായകന്റെ ചൂണ്ടുവിരലിൽ അടയാളമിടുന്നതിനല്ലാതെ അത് പുറത്തെടുക്കുന്നില്ലെന്നും ഉറപ്പുവരുത്തുക. ബ്രഷിന്റെ അടയാളമിടുന്നതിന് ഉപയോഗിക്കുന്ന അറ്റം കുത്തനെ താഴേക്ക് തന്നെ ആയിരിക്കത്തക്ക വിധം വേണം അതെപ്പോഴും പിടിക്കുന്നത്. അല്ലാത്ത പക്ഷം കുറച്ചു മഷി ബ്രഷിലൂടെ താഴേക്ക് ഒഴുകുകയും അത് ഉപയോഗിക്കുന്ന ആളിന്റെ വിരലുകൾ വൃത്തികേടാക്കുകയും ചെയ്യും. 4. സമ്മതിദായകന്റെ ഇടത് ചൂണ്ടുവിരലിൽ മായ്ക്കാനാവാത്ത മഷി പുരട്ടുന്ന സമയത്ത് വോട്ടറെ തൊടേണ്ട ആവശ്യമില്ലെന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 5. മഷി പുരട്ടുന്ന സമയത്ത് അടയാളമിടാൻ ഉപയോഗിക്കുന്ന ബ്രഷിന്റെ അറ്റം മാത്രമേ മഷിയിൽ മുക്കുവാൻ പാടുള്ളൂ. ഇതുമൂലം അമിതമായി മഷി പുരളുന്നത് ഒഴിവാക്കാൻ കഴിയും. 6. മഷി പുരട്ടുന്ന സമയത്ത് സമ്മതിദായകന്റെ വിരൽ തറയ്ക്ക് സമാന്തരമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും മഷി പുരട്ടിക്കഴിഞ്ഞാലുടൻ അതിന്റെ ലായകം ബാഷ്പീകരിക്കുന്നതിനായി വോട്ടർ വിരൽ തുടർന്നും അപ്രകാരം പിടിക്കേണ്ടതുമാണ്. 7. പുരട്ടിയ മഷി മായ്ച്ചു കളയുവാൻ സമ്മതിദായകനെ അനുവദിക്കുവാൻ പാടില്ലാത്തതാണ്. 8. തന്റെ വിരലിൽ പുരട്ടാൻ പോകുന്ന മായ്ക്കാനാവാത്ത മഷിയുടെ ഫലം ഇല്ലാതാക്കുവാൻ വേണ്ടി സമ്മതിദായകൻ തന്റെ വിരലിൽ എണ്ണയോ കൊഴുപ്പ് പദാർത്ഥമോ പുരട്ടിയിട്ടുള്ളതായി കണ്ടാൽ പോളിംഗ് ഓഫീസർ വിരലിൽ അടയാളം പതിക്കുന്നതിന് മുമ്പായി അങ്ങനെയുള്ള എണ്ണയോ കൊഴുപ്പ് പദാർത്ഥമോ അതിലേക്ക് നൽകപ്പെട്ടിട്ടുള്ള ഒരു തുണിക്കഷ്ണം കൊണ്ട് നീക്കം ചെയ്യേണ്ടതാണ്. 9. ഒരു സമ്മതിദായകന് ഇടതു ചൂണ്ടുവിരൽ ഇല്ലാത്ത പക്ഷം അദ്ദേഹത്തിന്റെ ഇടതു കൈയിലുള്ള ചൂണ്ടുവിരൽ മുതൽക്കുള്ള നടുവിരൽ, മോതിരവിരൽ, ചെറുവിരൽ, തള്ളവിരൽ എന്ന ക്രമത്തിൽ ഏതെങ്കിലും വിരലിൽ മേൽപ്രകാരം മായ്ക്കാനാവാത്ത മഷിയടയാളം പതിപ്പിക്കേണ്ടതാണ്. അദ്ദേഹത്തിന് ഇടതുകൈയിൽ ഒരു വിരലുമില്ലാത്ത പക്ഷം അദ്ദേഹത്തിന്റെ വലതുകൈയിലെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടേണ്ടതും അദ്ദേഹത്തിന് വലതുകൈയിലെ ചൂണ്ടുവിരൽ ഇല്ലാത്ത പക്ഷം അദ്ദേഹത്തിന്റെ വലതുകൈയിൽ ചൂണ്ടുവിരൽ മുതൽക്കുള്ള ഏതെങ്കിലും വിരലിൽ മായ്ക്കാനാവാത്ത മഷി പുരട്ടേണ്ടതുമാണ്. അദ്ദേഹത്തിന് 2 കൈയിലും ഒരു വിരലും ഇല്ലാത്ത പക്ഷം അദ്ദേഹത്തിന് ഉള്ള ഇടതുകൈയുടെയോ വലതുകൈയുടെയോ കീഴറ്റത്ത് അഗ്രഭാഗത്ത് മഷി പുരട്ടേണ്ടതാണ്. 10. വോട്ട് രജിസ്റ്ററിൽ ഒപ്പുവെച്ച് വോട്ടർമാർക്ക് സ്ലിപ്പ് നൽകുന്നതിനുള്ള ചുമതലയും രണ്ടാം പോളിംഗ് ഓഫീസർക്കാണ്. വോട്ട് രജിസ്റ്ററിൽ വിവരം രേഖപ്പെടുത്തുകയും ഒപ്പുവെക്കുകയും വിരൽ അടയാളം പതിക്കുകയും ചെയ്ത ക്രമത്തിൽ മാത്രമേ വോട്ടർമാർ വോട്ട് ചെയ്യുന്നുള്ളൂ എന്ന കാര്യവും ഉറപ്പാക്കേണ്ടതാണ്. 9. ഒരു പുതിയ വോട്ടെടുപ്പോ മാറ്റിവെക്കപ്പെട്ട വോട്ടെടുപ്പോ പുനർ വോട്ടെടുപ്പോ നടത്തുന്ന സംഗതിയിൽ ആദ്യ വോട്ടെടുപ്പിൽ മായ്ക്കാനാവാത്ത മഷി കൊണ്ട് പതിപ്പിച്ച അടയാളം അവഗണിക്കേണ്ടതും സമ്മതിദായകന്റെ ഇടത് കൈയിലെ നടുവിരലിൽ മുൻപറഞ്ഞ പ്രകാരം ഒരു പുതിയ അടയാളം ഇടേണ്ടതുമാണ്. അടുത്തത് മൂന്നാം പോളിംഗ് ഓഫീസറുടെ ചുമതലകൾ. വോട്ടിംഗ് മെഷീന്റെ ചുമതല മൂന്നാം പോളിംഗ് ഓഫീസർക്കാണ്. 1. പ്രിസൈഡിംഗ് ഓഫീസർക്ക് പോളിംഗ് സ്റ്റേഷനിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ വീക്ഷിക്കാനും ആവശ്യമെങ്കിൽ ഇടപെടുവാനും സൗകര്യമുണ്ടാക്കുന്നതിനു വേണ്ടിയാണ് വോട്ടിംഗ് മെഷീന്റെ ചുമതല മൂന്നാം പോളിംഗ് ഓഫീസർക്ക് നൽകുന്നത്. 2. വോട്ടർക്ക് രണ്ടാം പോളിംഗ് ഓഫീസർ നൽകിയ വോട്ടർ സ്ലിപ്പ് വാങ്ങി വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ മറ്റാരുമില്ല എന്നുറപ്പാക്കിയ ശേഷം വോട്ടറെ വോട്ട് ചെയ്യിക്കുന്നതിന് വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലേക്ക് അയക്കണം. അപ്പോൾ തന്നെ വോട്ടർ വോട്ട് ചെയ്യുവാൻ പാകത്തിൽ കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ അമർത്തേണ്ടതാണ്. 3. വോട്ടർ സ്ലിപ്പിലെ ക്രമനമ്പറിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം സമ്മതിദായകനെ വോട്ട് രേഖപ്പെടുത്തുവാൻ അനുവദിക്കേണ്ടത്.
ഇപ്രകാരം വോട്ട് ചെയ്യുവാൻ അനുവദിക്കുന്നതിന് മുമ്പ് വോട്ടറുടെ വിരലിൽ മായാത്ത മഷി അടയാളം ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. 4. സമ്മതിദായകൻ പോളിംഗ് സ്റ്റേഷൻ വിടുന്നതിന് മുമ്പ് പോളിംഗ് ഓഫീസർ അദ്ദേഹത്തിന്റെ ഇടതുകൈയിലെ ചൂണ്ടുവിരൽ പരിശോധിക്കുകയും മായ്ക്കാനാവാത്ത മഷി കൊണ്ടുള്ള അടയാളം തൊലിപ്പുറത്ത് വ്യക്തമായി പതിഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം. സമ്മതിദായകൻ അടയാളം നീക്കം ചെയ്തിട്ടുണ്ടെങ്കിലോ അഥവാ അടയാളം വ്യക്തമല്ലാതിരിക്കുന്നുണ്ടെങ്കിലോ അടയാളം വ്യക്തമായിരിക്കുകയും ഉടനടി നീക്കം ചെയ്യാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന വിധത്തിൽ വീണ്ടും സമ്മതിദായകന്റെ വിരലിൽ അടയാളം ഇടേണ്ടതാണ്. അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ. വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ ഏതൊക്കെയാണെന്ന് തിരഞ്ഞെടുപ്പിന് മുമ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകുന്നതാണ്. നിലവിൽ അനുവദിച്ചിട്ടുള്ള തിരിച്ചറിയൽ രേഖകൾ താഴെ പറയും പ്രകാരമാണ്. വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ: 1. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡ്. 2. പാസ്പോർട്ട്. 3. ഡ്രൈവിംഗ് ലൈസൻസ്. 4. പാൻ കാർഡ്. 5. ആധാർ കാർഡ്. 6. ഫോട്ടോ പതിച്ചിട്ടുള്ള SSLC ബുക്ക്. 7. ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും തിരഞ്ഞെടുപ്പ് തീയതിക്ക് 6 മാസ കാലയളവിന് മുൻപ് വരെ നൽകിയിട്ടുള്ള ഫോട്ടോ പതിച്ച പാസ്ബുക്ക്. 8. പുതുതായി രജിസ്റ്റർ ചെയ്ത സമ്മതിദായകർക്ക് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖ. 9. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചേക്കാവുന്ന മറ്റേതെങ്കിലും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖ. അടുത്തത് പോളിംഗ് സ്റ്റേഷനകത്ത് സമ്മതിദായകൻ വോട്ട് രേഖപ്പെടുത്തുന്ന ക്രമം. പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിക്കുന്ന സമ്മതിദായകൻ ആദ്യം വോട്ടർ പട്ടികയുടെ അടയാളപ്പെടുത്തിയ പകർപ്പിന്റെ ചുമതലയുള്ള 1-ാം പോളിംഗ് ഓഫീസറുടെ അടുത്ത് എത്തുന്നു. വോട്ടർ 1-ാം പോളിംഗ് ഓഫീസറുടെ അടുത്ത്. 1-ാം പോളിംഗ് ഓഫീസർ സമ്മതിദായകന്റെ പേര് വോട്ടർ പട്ടികയുടെ അടയാളപ്പെടുത്തിയ പകർപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നു. അതിനുശേഷം കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള അയാളുടെ തിരിച്ചറിയൽ രേഖകൾ പരിശോധിക്കുന്നു. അതിനുശേഷം വോട്ടറുടെ പേരും ക്രമനമ്പറും മറ്റു പോളിംഗ് ഉദ്യോഗസ്ഥർക്കും പോളിംഗ് ഏജന്റുമാർക്കും കേൾക്കാനാകുന്ന വിധം ഉറക്കെ വായിക്കും. വോട്ടറെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വോട്ടർ പട്ടികയുടെ അടയാളപ്പെടുത്തിയ പകർപ്പിലെ അയാളുടെ പേര് രേഖപ്പെടുത്തിയിട്ടുള്ള കോളത്തിൽ ഇടതു താഴത്തെ മൂലയിൽ നിന്ന് വലതു മുകൾ മൂലയിലേക്ക് ചരിച്ച് ഡയഗണലായി ഒരു വര വരയ്ക്കേണ്ടതും അതിനു പുറമെ സ്ത്രീ വോട്ടർ ആണെങ്കിൽ വോട്ടറുടെ ക്രമനമ്പറിൽ വൃത്തം വരയ്ക്കേണ്ടതുമാണ്. വോട്ടെടുപ്പ് അവസാനിക്കുമ്പോൾ സ്ത്രീ വോട്ടർമാരുടെ എണ്ണം എടുക്കുവാൻ ഇത് സഹായിക്കും. വോട്ടർ ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ വോട്ടറുടെ ക്രമനമ്പറിന് സമീപം T എന്ന അടയാളം ഇടേണ്ടതാണ്. തുടർന്ന് വോട്ടർ 2-ാം പോളിംഗ് ഓഫീസറുടെ അടുത്തേക്ക് നീങ്ങും. വോട്ടർ 2-ാം പോളിംഗ് ഓഫീസറുടെ അടുത്ത്. 1-ാം പോളിംഗ് ഓഫീസർ പേരും ക്രമനമ്പറും ഉറക്കെ വായിക്കുമ്പോൾ തന്നെ 2-ാം പോളിംഗ് ഓഫീസർ ആ വോട്ടറുടെ ക്രമനമ്പർ വോട്ട് രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. ഇടത് ചൂണ്ടുവിരലിന്റെ നഖത്തിന്റെ മുകൾ ഭാഗം മുതൽ താഴേക്ക് വിരലിന്റെ ആദ്യ മടക്കുവരെ വരയുണ്ടാക്കുന്ന വിധത്തിൽ വോട്ടറുടെ ഇടത് ചൂണ്ടുവിരലിൽ നഖത്തിനും നഖത്തിനോട് ചേർന്ന വിരലിന്റെ ഭാഗത്തും മായാത്ത മഷി പുരട്ടണം. ഏതെങ്കിലും വോട്ടർ തന്റെ ഇടത് ചൂണ്ടുവിരൽ പരിശോധിക്കുന്നതിനോ മായാത്ത മഷി കൊണ്ട് അടയാളപ്പെടുത്തുന്നതിനോ വിസമ്മതിച്ചാൽ വോട്ടറുടെ ഇടത് ചൂണ്ടുവിരലിൽ അത്തരത്തിലുള്ള ഒരു അടയാളം ഇതിനകം ഉണ്ടെങ്കിൽ വിരലിലെ മഷിയുടെ അടയാളം നീക്കം ചെയ്യുന്നതിനായി എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല. ഫോറം 21A വോട്ട് രജിസ്റ്ററിന്റെ പ്രസക്തമായ കോളത്തിൽ വോട്ടറുടെ ഒപ്പോ തള്ളവിരലടയാളമോ പതിപ്പിക്കും. ആവശ്യമായ എല്ലാ വിവരങ്ങളും പൂരിപ്പിച്ച് ഒരു വോട്ടേഴ്സ് സ്ലിപ്പ് തയ്യാറാക്കി വോട്ടർക്ക് നൽകും. അതിനുശേഷം വോട്ടർ കൺട്രോൾ യൂണിറ്റിന് ചുമതലയുള്ള 3-ാം പോളിംഗ് ഓഫീസർ അല്ലെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസറുടെ അടുത്തേക്ക് നീങ്ങും. വോട്ടർ 3-ാം പോളിംഗ് ഓഫീസറുടെ അടുത്ത്. 3-ാം പോളിംഗ് ഓഫീസർ വോട്ടറുടെ വിരലിൽ മായാത്ത മഷി അടയാളം വ്യക്തമായിട്ടുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കണം. മഷി അടയാളം വ്യക്തമല്ലെന്നോ തുടച്ചു നീക്കപ്പെട്ടിട്ടുണ്ടെന്നോ കണ്ടാൽ ഒരിക്കൽ കൂടി മഷി പുരട്ടണം. അതിനുശേഷം വോട്ടറുടെ പക്കൽ നിന്ന് വോട്ടേഴ്സ് സ്ലിപ്പ് വാങ്ങി വോട്ടറെ വോട്ട് രേഖപ്പെടുത്തുന്നതിനായി വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലേക്ക് പോകാൻ അനുവദിക്കും. ഇതിനായി അദ്ദേഹം കൺട്രോൾ യൂണിറ്റിന്റെ ബാലറ്റ് ബട്ടൺ അമർത്തും. വോട്ട് രജിസ്റ്ററിൽ
ഫോം 21A രേഖപ്പെടുത്തിയിരിക്കുന്ന അതേ ക്രമത്തിൽ തന്നെ വോട്ടറെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നു. വോട്ടർ തന്റെ വോട്ട് രേഖപ്പെടുത്തുകയും ബീപ്പ് ശബ്ദം നിലച്ചാൽ ഉടൻ തന്നെ കമ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തു പോകുകയും ചെയ്യുന്നു. താങ്ക് യു.